ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനി സോൾമേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മാസ് സ്പൈ സിനിമയെക്കുറിച്ചിട്ടല്ല, മറിച്ച് ദേശസ്നേഹം, റിയാലിറ്റി, ഹ്യൂമൻ ഇമോഷൻ ഇവയെല്ലാം കൂടെ ഒത്തുചേർത്തെടുത്ത ഒരു ഹൈ ക്വാളിറ്റി സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. ദുരന്തർ. ഈ സിനിമയുടെ ബാക്ക് ബോൺ ഡയറക്ടർ ആദിത്യ ദത്ത് തന്നെയാണ്. ഉറി ദ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം റിയൽ ഇവന്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ സ്റ്റൈല് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റിട്ടൺ, കോ-പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ആദിത്യ ദത്ത്. അഡീഷണൽ സ്ക്രീൻ പ്ലേ ശിവകുമാർ വി പണിക്കർ, ഒജാസ് ഗൗതം. അതുകൊണ്ട് തന്നെ സ്ക്രീൻ പ്ലേക്ക് സ്ട്രോങ് ലെയർഡ് ഡെപ്ത് ഉണ്ട്. ദുരന്തർ ഒരു നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടെടുത്ത സിനിമയാണ്. സിനിമയിൽ ട്വിസ്റ്റ് തരേണ്ട ആവശ്യമില്ല. നറേറ്റ് ചെയ്തിരിക്കുന്നത് എപ്പിസോഡ് വൈസ് ഓരോ ചാപ്റ്റർ സ്ട്രക്ചറായിട്ടാണ്. ഓരോ ഇൻസിഡൻറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അൺഫോൾഡ് ചെയ്യുന്നു. ഹീറോയുടെ ഫ്ലാഷ് ബാക്ക് മെമ്മറീസ് സിനിമയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സസ്പെൻസ് ബിൽഡ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് ഒരു സ്ട്രോങ് ആൻറ്റിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ അറ്റ്മോസ്ഫിയറിലാണ്. അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട്. കളർ പാലറ്റ്, ബാക്ക്ഗ്രൗണ്ട് ആർട്ട്, സിനിമറ്റോഗ്രഫി, ഫ്രെയിം കോമ്പോസിഷൻ ഇവയെല്ലാം സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം സിനിമയ്ക്ക് ഒരു സ്ട്രോങ് വിഷ്വൽ റിയലിസം നൽകുന്നുണ്ട്. രൺവീർ സിംഗ് ഇൻട്രോ സീൻ മുതൽ സ്ക്രീൻ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ലുക്ക്, ബോഡി ലാംഗ്വേജ് ഇതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി ഒന്നും തന്നെ ആർട്ടിഫിഷ്യൽ അല്ല, എല്ലാം നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു സീനുണ്ട്. ഹംസ എന്ന രൺവീറിൻ്റെ ക്യാരക്ടർ പാകിസ്ഥാനിലേക്ക് എത്തുമ്പോൾ മുസ്ലിമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീൻ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമാറ്റിക് മൂവ്മെൻ്റ് ആയിരുന്നു. ഡയലോഗ് ഇല്ലാതെ തന്നെ പൊളിറ്റിക്കൽ ടെൻഷനും ഐഡൻറ്റിറ്റി ഫിയറും കൺവേ ചെയ്യുന്ന ഒരു സീനായിരുന്നു അത്. അക്ഷയ് ഖന്ന, ആർ മാധവൻ, സഞ്ജയ് ദത്ത് എല്ലാവരും കൺട്രോൾഡ് പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ക്ലൈമാക്സോട് അടുക്കുമ്പോൾ പോലീസ് ഓഫീസറായി എത്തുന്ന സഞ്ജയ് ദത്ത് വളരെ വലിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് ആണ് കാഴ്ചവെക്കുന്നത്. സോങ്സ് എല്ലാം വെൽ പ്ലേസ്ഡ് ആണ്. ഇതൊന്നും സിനിമയുടെ ഫ്ലോയിനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ ഇല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനിങ്ങും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സീനിൻ്റെയും ഇൻറ്റൻസിറ്റി വല്ലാതെ കൂട്ടുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് സീൻസ് ഗ്രൗണ്ടഡ്, ഹ്യൂമൻ ഇമോഷൻസും റിവെഞ്ചും പ്രൊപ്പോർഷണൽ. സ്റ്റൈലിഷ് നോയ്സ് ഒന്നുമില്ല, എല്ലാം റിയൽ ഇമ്പാക്റ്റ് മാത്രം. സിനിമറ്റോഗ്രഫി, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, മ്യൂസിക്, പെർഫോമൻസ് എല്ലാം ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ 2025 നല്ല സൂപ്പറായിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമയാണ് ദുരന്തർ. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് സിനി സോൾമേറ്റ്സ് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.